ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങിഞ്ചി അച്ചാറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മലയോര മേഖലയാണ്, നമ്മുടെ സൈഡ് ഫോറസ്റ്റ് ഏരിയയാണ് മൊത്തം. അപ്പോൾ ഇവിടേക്ക് ഉണ്ടാവണം മാങ്ങിഞ്ചി എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ അച്ചാറിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോഴായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോയിലൊക്കെ ചെറിയൊരു ഷോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിയാണ്, നമ്മൾ മാങ്ങിഞ്ചി പറിക്കാൻ പോകുന്നതൊരു പറമ്പിലോട്ടാണ്. അപ്പോൾ നമ്മുടെ പോണ വഴിക്കാണ് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വഴിക്കൊരു തോടുണ്ട്. അപ്പോൾ തോട് നമ്മുടെ അറ്റത്തുനിന്ന് വെച്ചാൽ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും, നല്ല വെള്ളമാണ്. ഇത് വർഷകാലമൊക്കെ ആകുമ്പോൾ ഇതിവിടെ ഇഷ്ടമാതിരി ആൾക്കാർ കുളിക്കാനും നീന്തൽ പഠിക്കാനൊക്കെ വരാറുണ്ട്. അറ്റത്ത് കാണുന്ന വെള്ളം കിട്ടിക്കുന്ന കുഴി, ഒരു വലിയൊരു കുഴിയാണ്. അവിടെ ഇഷ്ടമാതിരി ആൾക്കാർ നീന്തൽ പഠിക്കാറുണ്ട് കേട്ടോ. ഇത് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊക്കെ എൻ്റർടൈൻമെൻ്റായിട്ട് എൻജോയ് ചെയ്യുക. അതിന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അറ്റത്തൊക്കെ മലയും കുന്നും അങ്ങനെയുള്ള ഏരിയയാണ്. അവിടെ നിറച്ച് മാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ തോട്ടിൽ രാത്രിയാകുമ്പോൾ മാനുകൾ, അതിൽ പന്നി അങ്ങനെയുള്ള ഇതൊക്കെ വന്നിറങ്ങാറുള്ള സ്ഥലമാണ്. വെള്ളം കുടിക്കാൻ പറ്റുന്നത് ഈ തോട്ടിലോട്ടാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ ഇത് നല്ല കൃഷികളും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ തോടിൻ്റെ ഒരു ഭാഗം ഉണ്ടാകും. നമ്മുടെ സ്ഥലം രണ്ട് കൈ എന്നുള്ള സ്ഥലമാണ്. ചാലക്കുടി അതിരപ്പള്ളി റൂട്ടാണ്. അപ്പോൾ നമ്മൾ പോണ വഴിയാണിത്. നിറച്ചും കാടാണ് നമ്മുടെ പോണ വഴിക്കൊക്കെ. കാടിന് ഇവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടൊക്കെ തോടിന് അക്കരെയാണ്. ഇതിപ്പോൾ തോടിന് ഇപ്പുറം സൈഡും ആകെ ഒരു വീടുള്ളൂ. ഇതാ കാണുന്ന വീട് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ അടുത്തുള്ള ശാന്ത ചേച്ചിയുടെയും ബാലൻ ചേട്ടൻ്റെയും വീടാണ്. നമ്മൾ ഒരു വീട് മാത്രം കാണും. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വന്നോളൂട്ട് നമ്മുടെ നാടൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ പോണ വഴിക്കതേ പിന്നെ പിള്ളേർ 3 പേരുണ്ട്. 3 പേരെയും കൂടി കൊണ്ടാണ് ഞാൻ പോണത്. മൂത്ത ആൾ, ഇത് രണ്ടാമത്തെ ആൾ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല, ഏതൊരു ഓടിക്കൊണ്ടിരിക്കുള്ളൂ, അനങ്ങാതിരിക്കില്ല. ഇത് മൂന്നാമത്തെ ആൾക്ക് 1 വയസ്സായിട്ടുള്ളൂ. നമ്മൾ നടന്ന് പോണേട്ടാ. നമ്മൾ പോണ വഴിക്കൊക്കെ കല്ലുംകുട്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു നീർദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ആദ്യമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്കെല്ലാം നോക്കിയാക്കുന്നതായിരിക്കും. പോണ വഴിയാണിത് കാണുന്നത്. നമ്മുടെ ആ പറമ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇത് വെട്ടണ റബ്ബർ തോട്ടമാണ്. ഇപ്പം എല്ലാം കൊഴിയണ ടൈമിങ് ആയി പിന്നെയാണ് ഇപ്പം വെട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇനിയിപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസം കഴിഞ്ഞിട്ട് ഇവിടേക്കുള്ളൊക്കെ റബ്ബർ വെട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മാങ്ങിഞ്ചി പറിക്കാനത് മാങ്ങിഞ്ചി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മാങ്ങിഞ്ചി പറിക്കാനായിട്ട് ഒരിതും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ കൈ വെച്ചിട്ട് മാന്തിയാണ് എടുക്കുന്നത്. അതിനുള്ള കൈക്കോട്ടോ മൺവെട്ടി അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം പിള്ളേർക്കൊന്നും ഇത് എടുക്കാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉള്ളതാണ്. പിന്നെ കുഞ്ഞിക്കുട്ടീനെ കൂടെ ഞാൻ വന്നതുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റാതെ നമ്മൾ കൈ വെച്ചിട്ട് മാന്തിയിട്ടാണത് എടുക്കണത്. ഇപ്പം ഇഞ്ചി, മഞ്ഞൾ, കൂവ അതൊക്കെ പറിക്കേണ്ട ടൈമിങ്ങാണ് ജനുവരി, ഫെബ്രുവരി, മാസമൊക്കെ. അപ്പം ഈ മാസത്തിലാണിത്. ഇഞ്ചി വർഗത്തിൽപ്പെട്ടതാണ് ഈ മാങ്ങിഞ്ചി എന്നുള്ളത്. മലയോര മേഖലയിലാണിത് കൂടുതലും കാണപ്പെടുന്നത്. നമ്മുടെ നാട് എറണാകുളം വരാപ്പുഴയുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് തൃശ്ശൂർ ഈ ഭാഗത്തേക്കാണ്, മലയോര മേഖലയിലാണ് ഇത് കൂടുതലും കാണുന്നുള്ളതെന്നാണ് പറയാറ്. നമുക്ക് കൈ വെച്ചിട്ട് മാന്തിയിട്ടാണ് പറിച്ചെടുക്കണത്. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഇനോട്ട മാങ്ങ അച്ചാറിനേക്കാളും സൂപ്പർ അച്ചാർ മാങ്ങിഞ്ചി അച്ചാറാണ്. അതേ നമ്മൾ ഓരോ സൈഡ് നോക്കി പറിക്കുകയാണ്. ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, വെച്ചാൽ വാടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമതിട്ട് ഇപ്പം വേനൽക്കാലവുമാണ്. പിന്നെ ഇതിൻ്റെ മാസം ആകുമ്പോൾ പറിക്കുന്ന ടൈമിങ് ആകുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒരുവിധം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒരിതായിട്ട് പറിക്കേണ്ട. ഇടയ്ക്ക് എൻ്റെ മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളാണ് വീഡിയോ എടുക്കുന്നത്. അവളുടെ കയ്യിലാണ് കുട്ടീനെ വെച്ചിട്ടാണ് അവൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഓരോ സൈഡിൽ നിന്ന് മൂലയ്ക്ക് നിന്ന് വീഡിയോ എടുത്ത് ഓരോ സൈഡിൽ നിന്ന് ഇഞ്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞുമോളുണ്ട് എൻ്റെ. അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് അച്ചൂസ് എന്നാണ് കേട്ടോ. അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാണ് ഞാൻ പോയേ ഇല്ലേന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് അവളുടെ സൗണ്ടായിരിക്കും, അവളിവിടെ കിടക്കുകയാണ്, അവളുടെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാം. അപ്പം നമ്മൾ മാങ്ങിഞ്ചി പറിച്ച്
ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്നായിട്ട് പറിക്കുകയാണ്. ഞാൻ ഇവിടെ നാട്ടിൽ വന്നേ പിന്നീട് മാങ്ങിഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണത്. നമ്മളിപ്പോൾ കുറേ അച്ചാറുകളുടെ അമ്മച്ചിയാണ് അച്ചാറുള്ളത് വീട്ടിൽ. എനിക്കങ്ങനെ അച്ചാറിൻ്റെ ഒന്നും അറിയില്ല, അച്ചാറിടാനൊന്നും അറിയില്ല, അമ്മച്ചിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എല്ലാം ആൾ നന്നായിട്ട് അച്ചാറിടും. നല്ല ടേസ്റ്റിലായിട്ട് ആളുടെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുവിധം മാങ്ങിഞ്ചി കിട്ടിയിട്ടുണ്ട്. പറമ്പിന് ചുറ്റിനും മാങ്ങിഞ്ചിയുണ്ട്. നമ്മുടെ ഏരിയയിൽ മൊത്തം മാങ്ങിഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. കാരണം നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് എന്ത് നട്ട് കഴിഞ്ഞാലും നമ്മുടെ മണ്ണിൽ പിടിക്കുമെന്നാണ്. വെച്ചാൽ നല്ല ഇതായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അത് നമ്മൾ പറിച്ചിട്ടൊരു കവറിലോട്ട് ആക്കിയാണ്. ചെറിയൊരു സഞ്ചി പോലത്തെ കവറുകളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിച്ചക്കൻ അവനിരുന്ന് പറിക്കുന്നുണ്ട്, അവനറിയില്ല. ഇപ്പോൾ ഇതേ കുഞ്ഞിപ്പെണ്ണ് അവളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അവൾ വികൃതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു വേഗം പറിക്കും മമ്മി, നമുക്ക് വീട്ടിൽ പോകാമെന്നാണ്. കാരണം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ വെയിലൊക്കെ വേഗം ആയി തുടങ്ങട്ടെ. അതുകൊണ്ട് വന്നാലും ഇപ്പോൾ വേനൽക്കായതുകൊണ്ട് പെട്ടെന്ന് ചൂടുമാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കുട്ടീനെ കൊണ്ട് വന്നാൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേഗം പറിച്ചെടുക്കാൻ നോക്കിയിട്ട് മാക്സിമം ഉള്ളത് ഒരുവിധം നമുക്കൊരു അച്ചാറിനുള്ളത് നമ്മൾ പറിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു കുഞ്ഞു വേരത്തരമൊക്കെ ഉണ്ട്. അവൾക്ക് നിലത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള വാശി പിടിക്കൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ ചേട്ടൻ വന്നിട്ട് അവളെ കളിപ്പിക്കുന്നതാണ്. അപ്പോൾ വാങ്ങിച്ചൊക്കെ പറിച്ച് നമ്മുടെ സഞ്ചിയിലാക്കി എവിടെയെങ്കിലും ഉണ്ടാകുന്ന പറഞ്ഞ ടെൻഷൻ നോക്കി പോണേണ്. അതിൻ്റെ പിള്ളേർ അവർ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും വാങ്ങിച്ച് ഉണ്ടായില്ലെന്ന്. ഇപ്പോൾ നമ്മൾ അറ്റത്ത് കാണുന്നത് പെരുമ്പാറയുണ്ട്. നമ്മുടെ ടൂറിസം ആയിട്ടില്ല, അതിനിപ്പോൾ ടൂറിസം ആവണം തന്നെ. അപ്പം നല്ല സൂപ്പറാണ്. അതിന് മുകളിൽ നമ്മുടെ വ്യൂ കാണാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. അതിന് മുകളിലൊക്കെ കയറാൻ പറ്റും. പെരുമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അപ്പോൾ ടൂറിസം ആയിട്ടില്ല, ടൂറിസം ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാം. അതേ മാങ്ങിച്ചൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ വീട്ടിലോട്ട് പോകണേണ്. അപ്പോൾ പോണ വഴിക്ക് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല എന്ത് കൃഷിയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പയറ്, വാഴ അങ്ങനെയൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണ്. എല്ലാം ഉണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ അപ്പോൾ പുറമേ നിന്ന് ഇപ്പോൾ പയറും വാഴയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതേ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറയില്ല. മാനൊക്കെ ആകുമ്പോൾ രാത്രി ഇറങ്ങും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ച് കെട്ടി എറുത്തിട്ടേക്കുന്നതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഏരിയയിൽ ഇങ്ങനെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ കൃഷി അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ ആൾക്കാരും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാർ. പുറമേ ജീവിക്കുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പം നമ്മൾ വീട്ടിലെത്തി അതേ മാങ്ങിഞ്ചി ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ പുറത്തിലോട്ടാണ് ഞാൻ മാങ്ങിച്ചിട്ടേക്കുന്നത്. ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് ചപ്പിലോറും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കണം. കാരണം പൊടിമണ്ണ് അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി കളഞ്ഞിട്ട് ഇത് ചിരണ്ടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി കഴുകേണ്ടത്. കാരണം നല്ല മണ്ണുണ്ടാവും. നമ്മൾ കഴുകാനുള്ള
പച്ചക്കുത്തുണ്ടാവില്ല, അത് പോകണം. അപ്പോൾ മഞ്ഞൾപ്പൊടി മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ, ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാനിത് അമ്മച്ചിയാണ് അച്ചാറിടുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പം നമ്മൾ അതേ മഞ്ഞൾപ്പൊടി ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അച്ചാറ് പൊടിയാണ് ഇടാൻ പോണത്. ആദ്യമേ തന്നെ അച്ചാറ് പൊടി, ആവശ്യത്തിന് അച്ചാറ് പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 2.5 സ്പൂൺ അച്ചാറ് പൊടി നന്നായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് ഒരു മൂപ്പിൻ്റെ പച്ചക്കൊന്ന് പോയി കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതായത് 1.5 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മുളകൊന്ന് മൂത്ത് വന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക്, ഞാൻ നേരത്തെ പറയാൻ മറന്നു, നമ്മൾ കായപ്പൊടി ഇടും. കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് മാങ്ങിഞ്ചി അതിൻ്റെ കട്ട് കളയാതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങിഞ്ചി ഇടാന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വെള്ളം ഇതിന്ന് കോരിയെടുത്ത് വാല വയ്ക്കാം. വാല വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിനെടുക്കുക. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം, ഒരു പൊള്ളിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചേക്കണം മഞ്ഞൾപ്പൊടി, ഉപ്പ് വെള്ളത്തിൽ കോരി വെച്ചേക്കണം മാങ്ങിഞ്ചിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മൂത്ത് വന്നിട്ടുണ്ട് ഇടാനായിട്ട്. അപ്പോൾ മാങ്ങിഞ്ചി നമ്മൾ ഇട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതാക്കണം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ടാൽ മതി. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇതിൽ ഉപ്പ് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വിനാഗിർ ഇടും, ഒഴിക്കും. വേറെ നമ്മൾ പുറത്തുനിന്ന് ഒരു മായം ചേർക്കലൊന്നും ഇല്ലാണ്ട് ഇത് കേട് അധികം നാൾ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് കേടാവില്ല. മറ്റുള്ള അച്ചാർ പോലെ കുറേ നാളത്തേക്ക് വർഷങ്ങളോളം നമ്മുടെ കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പം എനിക്കിതേ ചൊറുക്ക വെള്ളമാണ് നമ്മൾ ഒഴിക്കണത്. അപ്പം ഇതിന് ചൊറുക്ക ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കുറുക്കി തിളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ഇടുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങിഞ്ചീനെ എന്തിട്ടാണ് പറയണതെന്നൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാങ്ങിഞ്ചി എന്നാണ് പറയണത്. മനോരമയിൽ കുറേ സ്ഥലങ്ങളൊക്കെ പല പേരുകളാണ് പല സാധനങ്ങൾ പറയണത്. കാരണം നമ്മുടെ നാട്ടിൽ മാങ്ങിഞ്ചി എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പോൾ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവരും കാണാം. പിന്നെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കുറുകി വന്ന് നമ്മുടെ അച്ചാർ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് എല്ലാവർക്കും നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ടായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.